പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഡിവൈഎഫ്ഐ നേതാക്കളെ തള്ളി സിപിഐഎം ജില്ലാ നേതൃത്വം. അക്രമം അതിരുവിട്ടെന്നും വിനേഷിനൊപ്പമാണ് പാർട്ടിയെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയകുമാർ പറഞ്ഞു. സിപിഎം ഡിവൈഎഫ്ഐക്കോ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അക്രമമല്ലാണ് നടന്നത്. ആക്രമണത്തിനിരയായ ആള് ഐസിയുലാണ്. അപ്പോൾ അത് തീരെ അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സിപിഎം സ്വീകരിക്കില്ല. ഞങ്ങൾ പൂർണ്ണമായും ആക്രമണത്തിന് വിധേയനായ വിനീഷിനൊപ്പമായിരിക്കും, ആ കുടുംബത്തോടൊപ്പമായിരിക്കും. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ഐഷത്തുൽ ഷംന, ഈ പ്രതികളെ സിപിഎം നേതൃത്വം പിന്തുണയ്ക്കുന്നില്ല, തള്ളിപ്പറയുന്നുണ്ട്. മറ്റൊന്ന് പോലീസിന്റെ എഫ്ഐആറിലെ വിവരങ്ങളാണ്. വളരെ ആസൂത്രിതമായാണ് ഈ ആക്രമണം നടത്തിയത്. പിന്തുടർന്ന് തലയ്ക്ക് ഭാരമുള്ള വസ്തു കൊണ്ടടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു. വിനേഷിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ഡോക്ടേഴ്സ് പങ്കുവെക്കുന്നുണ്ടോ ഐഷത്തുൽ ഷംന? വിനീഷിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വിനീഷിന്റെ കാര്യത്തിൽ വരുന്ന മണിക്കൂറുകൾ 48 മണിക്കൂറായിരുന്നു ഇന്ന് ഡോക്ടർ നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത്. എന്തായാലും അത് ആ സമയം കഴിയാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. മറ്റൊന്നുള്ളത്, ഈ 48 മണിക്കൂറിന് ശേഷവും വിനീഷ് കോമ അവസ്ഥയിൽ തുടരാനാണ് സാധ്യത എന്നുകൂടി ഡോക്ടർമാർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നതാണ് വിനീഷിന്റെ സാഹചര്യം. മറ്റൊന്ന്, ഈ പ്രതികളുടെ മൊഴി സംബന്ധിച്ച് ഇന്നലെ തന്നെ എഫ്ഐആറിൽ പോലീസ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് പ്രതികൾ മനഃപൂർവ്വമായി ആക്രമിച്ചു, ഒപ്പം തന്നെ രാകേഷിന്റെ നേതൃത്വത്തിൽ, ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംഘടിച്ച് ആക്രമിച്ചു. അത് കൊലപ്പെടുത്തണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആക്രമണം എന്നാണ് ഇന്നലെ പോലീസ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പ്രതികളുടെ മൊഴി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം തങ്ങൾക്കുണ്ടായിരുന്നില്ല, മറിച്ച് സംസാരിക്കുക, ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റായുധങ്ങളൊന്നും കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു എന്നുകൂടി പ്രതികൾ ഇന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് പിന്നെ ഈ വലിയ ആഘാതം തലയ്ക്ക് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. കാരണം ഇന്ന് ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയത് അതാണ്. ഈ തലയ്ക്ക് വീണിട്ടുള്ള പരിക്കല്ല, അങ്ങനെയാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മറിച്ച് എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച് തന്നെ പരിക്കു പറ്റിയതാവാം എന്നുകൂടി ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതികളുടെ മൊഴി വിവരങ്ങൾ അത് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പ്രതികളെ പൂർണ്ണമായി തള്ളുകയാണ് സിപിഐഎം നേതൃത്വം. ഇന്ന് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതായത് പാർട്ടി അല്ല ഇതിൽ ഇടപെട്ടിരിക്കുന്നത്, പാർട്ടിയുമായി ഇതിന് ബന്ധമില്ല, രാഷ്ട്രീയമില്ല, മറിച്ച് വ്യക്തി വൈരാഗ്യമാണ് തീർത്തത്. ആക്രമണം എന്തായാലും കൈവിട്ടു പോയി. ഇതിലൊരിക്കലും പാർട്ടി പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല, മറിച്ച് വിനേഷിന്റെ കുടുംബത്തിനും ഒപ്പമാണെന്ന് പാർട്ടി വ്യക്തമാക്കുന്നുമുണ്ട്. റിജിത്ത്. ശരി, ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.